നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്താ? എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, പണമല്ല വേണ്ടത്, അധികാരമല്ല. സ്വർഗം കിട്ടണേ എന്ന് ദുആ ചെയ്യാനല്ല പലരും പറയുന്നത്. ഉസ്താദേ, എന്റെ ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണേ, എനിക്ക് ഈമാനുള്ള ഒരു മരണം വേണം ഉസ്താദ്, എനിക്ക് ഈമാനുള്ള ഒരു മരണം വേണം ഉസ്താദ്. അല്ലാഹുവും പറഞ്ഞത് അങ്ങനെ മരിക്കാവോ മോളെ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ ഉപ്പാ. സിറാജു പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. ഉപ്പാ, നീ 40-ലോ 50-ലോ 60-ലോ ഏത് സമയത്താകട്ടെ, നീ മരിക്കുമ്പോ മുസ്ലിമായിട്ട് മരിക്കണം. മുസ്ലിമായിട്ട് മരിക്കണമെന്ന് പറഞ്ഞാൽ പള്ളിക്കകത്ത് കിടന്നു മരിക്കണമെന്നല്ല, മക്കത്ത് കിടന്നു മരിക്കണമെന്നല്ല, നിസ്കാരപ്പായിൽ കിടന്നു മരിക്കണമെന്നല്ല. റോഡിൽ കിടന്നു മരിച്ചാലും, ഹോസ്പിറ്റലിൽ കിടന്നു മരിച്ചാലും, കടലിൽ കിടന്നു മരിച്ചാലും, ഫ്ലൈറ്റിനകത്ത് കിടന്ന് മരിച്ചാലും, ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാലും എങ്ങനെയാണ് മുസ്ലിമായിട്ട് മരിക്കേണ്ടതെന്നറിയോ? നിന്റെ നാവ് കൊണ്ട് നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് നീ അവസാനമായി പറയേണ്ടത്. ഇത് പറഞ്ഞിട്ടേ നീ മരിക്കാവൂ, ഇത് പറഞ്ഞിട്ടേ നീ മരിക്കാവൂ. ഇത് പറയുന്നവൻ അല്ലാഹു സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്. നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, അല്ലാഹ് സദഖ കൊടുത്തവന് സ്വർഗമുണ്ട്, പടച്ചവനെ നന്മകൾ ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട്. സ്വർഗമുണ്ടെന്നാ പറഞ്ഞത്, സ്വർഗത്തിൽ കടക്കുമെന്നാണ് പറഞ്ഞത്. എങ്കിലും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കേറി വാപ്പാ. സ്വർഗത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, പലരും അതുകൊണ്ടാ പറഞ്ഞത്, സ്വർഗമേ നിന്നിലേക്ക് വരാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ്, സ്വർഗം കിട്ടണമെന്ന് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നുണ്ട്. എന്തിന്റെ പേരിലെന്നറിയോ? എന്തിന്റെ പേരിലെന്നറിയോ? സ്വർഗത്തിൽ പോയാലേ അല്ലാഹനെ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ സ്വർഗം കിട്ടാ ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാനുള്ള മരണം കിട്ടിയാൽ രക്ഷപ്പെട്ടു വാപ്പാ, രക്ഷപ്പെട്ടു ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, മക്കളെ, ന്യൂ ഇയർ ആഘോഷം വയത് കഴിഞ്ഞ് വിടന്ന് പിരിയുമ്പോ ചെറുപ്പക്കാരനോട് പറയുകയാ, എടാ, ന്യൂ ഇയർ ആഘോഷം ഒന്ന് കാണാൻ പോയാലോ, നമുക്കൊരു പടക്കം പൊട്ടിച്ചാലോ, നമുക്കൊന്ന് ആഘോഷിച്ചാലോ? വേണ്ടടാ മോനെ, നിനക്കും ന്യൂ ഇയറിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലടാ. ഡിസംബർ 31 നിന്റെ ജീവിതത്തിലെ ഒരു ദിവസം മാത്രമാണടാ. മുഹറം തുടങ്ങുമ്പോഴല്ലേ നിനക്ക് വർഷം തുടങ്ങുന്നത്. അങ്ങനല്ലേ മുസ്ലിമീങ്ങളാകേണ്ടത്. അത് കലണ്ടർ ഒന്ന് മാറിയിട്ട് അടുത്ത കലണ്ടർ ഇടുന്നു, ഇത്ര വ്യത്യാസമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പടച്ചറപ്പ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ സദസ്സിലിരുന്ന് കൊണ്ട് സാധേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാമൻ ഉമർ എന്നറിയപ്പെടുന്ന മഹാനാണല്ലോ. പടച്ചവനെ ഖബർ സംസാരിച്ച മഹാനാ, സാധാരണ ആളല്ല. പള്ളിപ്പറമ്പിലെ ഖബറിനോട് സംസാരിച്ച മഹാനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ഒരു മയ്യത്ത് കൊണ്ട് ഖബറടക്കി. എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് പോകുന്നില്ല. കൂടെ വന്നവർ ചോദിച്ചു, വരുന്നില്ലേ തങ്ങള്? എനിക്ക് അല്പനേരം ഈ ഖബറിന്റെ ചാരത്ത് നിൽക്കണം, എല്ലാവരും പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് പഴക്കം ചെന്ന ഒരു ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് കരയുകയാ. ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. മിണ്ടാതെ ഇരുന്ന് കരയുമ്പോ
ഖബർ ചോദിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്നോടൊന്നും നിനക്ക് ചോദിക്കാറില്ലേ? എന്നോടൊന്നും നിനക്ക് ചോദിക്കാറില്ലേ? എന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ കഥ നിനക്കറിയണ്ടേ? എങ്ങനെയാണ് ഞാൻ പെരുമാറുന്നതെന്നറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഖബറ്? ഒരാളുടെ ജനാസ കൊണ്ടുവച്ചാ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോ ഖബർ പറയുന്നു, മസക്കത്തുൽ കുഫാർ വസദഖത്തുൽ മുകലതൈൻ വഅകൽതുൽ ലഹുമാ. ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുന്നു, പറയല്ലേ പറയല്ലേ ഖബർ, എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എന്നോട് പറയരുത്. എടാ പിടഞ്ഞു വീണടാ ചെറുപ്പക്കാരാ. ആ ഖബറിന്റെ ചാരത്തങ്ങു പിടഞ്ഞു വീണു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കിടന്ന് നിലവിളിക്കുകയാണ്. ആ കരച്ചല് കണ്ടിട്ട് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കൂടപ്പറപ്പിനുമല്ല, ആ ഖബറിന് പോലെ സങ്കടം തോന്നിയടോ. ആ ഖബറിന് പോലെ സങ്കടം തോന്നി. ഖബർ പറയുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലോ. രക്ഷപ്പെടാനുള്ള വഴി ഞാൻ തന്നെ പറഞ്ഞു തരാ. എന്റെ ഖബറിനകത്ത് രക്ഷപ്പെടണോ? വഴി ഞാൻ പറഞ്ഞു തരാ, വഴി ഞാൻ പറഞ്ഞു തരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ആ ഖബർ തന്നെ പറഞ്ഞു കൊടുത്ത് രക്ഷപ്പെടാനുള്ള വഴിയോ. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ ഭാര്യ അടുത്ത് വന്ന് നിൽക്കുകയാ, ഭാര്യ അടുത്ത് വന്ന് നിൽക്കുകയാ. ആ ഭാര്യക്ക് പൊരുത്തം വേണമല്ലോ. ഭർത്താവിന്റെ ചാരത്ത് നിൽക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാ, പെണ്ണെ പൊരുത്തപ്പെടണേ. ഭർത്താവ് ഭാര്യയോട് യാത്ര പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, നീ ഈ റൂമിന്റെ വെളിയിലൊന്നിറങ്ങുമോ? ഈ റൂമിന്റെ വെളിയിൽ നീ ഒന്നിറങ്ങ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഭാര്യ ചോദിക്കുകയാ, എന്തിനാ ഞാൻ പുറത്തിറങ്ങുന്നത്? എന്തിനാ ഞാൻ പുറത്തിറങ്ങുന്നത്? ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ വേണ്ട. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, വേണ്ട, അതിഥികൾ വരുന്നു, എന്നെ കൊണ്ടുപോകാൻ അതിഥികൾ വരുന്നു, അതുകൊണ്ട് നീ റൂമിന് പുറത്തിറങ്ങ്. തന്റെ ഭാര്യ റൂമിന്റെ പുറത്തിറക്കി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വാതിലടയ്ക്കാൻ പറഞ്ഞു. റബ്ബേ, ഭാര്യ ഇങ്ങനെ ഭർത്താവ് റൂമിനകത്ത് കിടന്ന് സംസാരിക്കുകയാ, സലാം അടക്കുന്നുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോ ഭാര്യ ഒളിഞ്ഞു നോക്കുകയാ. ആരോടാ പടച്ചവര്? ആരോടാ പടച്ചവര്? അതാ അല്പസമയം കഴിഞ്ഞപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മഹാനബികൾ അവിടുന്ന് ശഹാദത്ത് കലിമ പറയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പിന്നെ മിണ്ടുന്നില്ല. ഭാര്യ വാതിൽ തുറന്നിട്ട് റൂമിനകത്തേക്ക് കേറുമ്പോ വല്ലാത്ത സുഗന്ധമാവാപ്പാ. ആ റൂമിന്റെ അകത്ത് വല്ലാത്ത പരിമളമാണ്. മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഭാര്യ പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. എന്തൊരു മരണമാ പടച്ചവര്! എന്തേ കാരണമെന്നറിയോ? എന്തേ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാതെ ഉറങ്ങാറില്ല. പരിശുദ്ധമായ ഖുർആനിനെ വല്ലാതെ സ്നേഹിച്ച മഹാനാ. പടച്ച റബ്ബേ, മനോഹരമായ ഒരു മരണം കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ ഓതാതെ ഉറങ്ങല്ലേ. പല പെങ്ങളും പറയാറുണ്ട്, ഉസ്താദേ, എന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവിലാണ് മരിച്ചത്, സംസം വെള്ളം കുടിച്ചിട്ടാ എന്റെ വാപ്പ മരിച്ചത്, എന്റെ മടിയിൽ കിടന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് വാപ്പ സലാം പറഞ്ഞിട്ടാ പോയത് എന്ന അഭിമാനത്തോടെ പറയുന്ന ഉപ്പമാരെ, അത് അല്ലാഹു അവർക്ക് കൊടുത്ത ഒരു അംഗീകാരമോ. എങ്ങനാ വാങ്ങിയതെന്നറിയോ? നിനക്കൊക്കെ പറഞ്ഞു നടക്കാനേ യോഗമുള്ളൂ.
ആ ഉമ്മ മരിച്ചതുപോലെ വെള്ളിയാഴ്ച രാവിലെ തഹജ്ജുദ് നിസ്കരിച്ച ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് ഉളുവെടുത്ത് സുഖമായി കിടന്നിട്ട് മരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? നിന്റെ ഉമ്മ ആരായിരുന്നെന്നറിയോ? മഗ്രിബ് നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിസ്കാരപ്പായിൽ വന്നിരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അവിടുന്ന് പടച്ചവനെ ദിക്ർ പറയുമായിരുന്നു. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ച നിസ്കരിച്ചു, സുന്നത്ത് നമസ്കരിച്ചു, നിസ്കാരപ്പായിലിരുന്നിട്ട് സീരിയല് കണ്ടിരുന്ന ഉമ്മയല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ വാഖിയ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ സജദ, സൂറത്തു യാസീൻ. അറിയുമോ 5 സൂറത്തിന്റെ വില എന്താണെന്ന്? പെങ്ങളെ നീ പഠിക്കണം മോള്. സൂറത്ത് 5 സൂറത്തിന്റെ മഹത്വം നിനക്കറിയുമോ? സൂറത്തുൽ വാഖിയ ഓതിയ നിന്നെ എങ്ങനാ നിന്റെ വാപ്പ കെട്ടിച്ചു വിട്ടത്? നിധി കിട്ടിയിട്ടല്ലോ, ലോൺ എടുത്തിട്ടല്ലോ, പലിശക്കെടുത്തിട്ടല്ലോ, പിരിവെടുത്തിട്ടല്ലോ, മനോഹരമായ രീതിയിൽ നിന്റെ കൂലിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന വാപ്പ എങ്ങനാ നിന്നെ കെട്ടിച്ചു വിട്ടത്? എങ്ങനാ മോളെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, സൂറത്തുൽ വാഖിയ ഏത് വീട്ടിലോതുന്നുണ്ടോ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഇദാ വഖഅത്തുൽ വാഖിയ, സൂറത്തുൽ വാഖിയ ഓതിക്കഴിഞ്ഞാൽ മരണത്തിന്റെ വേളയിൽ കിടക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സ്വഹാബിയുടെ കയ്യിലേക്ക് ഒരുപാട് പെൺമക്കളല്ലേ, നീ ഒന്നും കരുതി വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ തരാമെന്ന് പറഞ്ഞ് ഉസ്മാൻ തങ്ങളെ സദഖ കൊടുത്തപ്പോ അവിടെന്ന് ചോദിച്ചത്, ഉസ്മാനെ നിനക്ക് നബി തങ്ങളുടെ ഹദീസ് അറിയില്ലേ? എന്റെ പെൺമക്കളുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, എങ്ങനാ എന്റെ പെൺമക്കളെ കെട്ടിക്കുന്നതെന്ന് പറഞ്ഞെനിക്ക് ടെൻഷനില്ല. എന്റെ മക്കൾക്ക് ഞാൻ വാക്കിയ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാ ദിവസവും എന്റെ പെൺമക്കൾ ഓതാറുണ്ട്. വാക്കിയ ഓതുന്ന വീട്ടില് ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. സൂറത്തുർ റഹ്മാനിന്റെ മഹത്വം അറിയുമോ പെങ്ങളെ? വരും മോളെ, സൂറത്തുർ റഹ്മാൻ ഓതുന്ന വീട്ടിൽ ആകാശത്ത് നിന്നും മലക്കുകൾ വരികയാ. പണക്കാട്ട തന്നന്മാരല്ല, പടച്ചവനെ പണ്ഡിതന്മാരല്ല, ഹാഫിളീങ്ങളല്ല, ആലിമീങ്ങളല്ല, ഹജ്ജ് ചെയ്തവരല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകൾ നിന്റെ വീട്ടിൽ വരും, നീ ഓതുന്നത് കേൾക്കാ, നിനക്ക് വേണ്ടി ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ മലക്കുകൾ വരും പെണ്ണേ. നിന്റെ ഉമ്മ ഇത് വീടിനകത്തിരുന്ന് ഓതുമ്പോ ആകാശത്ത് നിന്ന് മലക്കുകൾ വരുമായിരുന്നു, അവര് വന്ന് ദുആ ചെയ്യുമായിരുന്നു. നിന്റെ ശബ്ദം മലക്കുകൾക്ക് ഓർമ്മയുണ്ടായിരുന്നു, നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടായിരുന്നു, നിന്റെ വീടുകൾ മലക്കുകൾക്കറിയാമായിരുന്നു. പ്രയാസം വരുമ്പോ അവര് നിന്നെ കൈവിടൂല പെങ്ങള്. അതുകൊണ്ട് സൂറത്തുർ റഹ്മാൻ ഓതിയ മലക്കുകൾ വീട്ടിലേക്ക് വന്ന ചരിത്രമുണ്ടല്ലോ. സൂറത്തു യാസീൻ എന്തിനാ ഓതാൻ പറയുന്നത്? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്ത, മരണ വീട്ടിൽ പോയ യാസീൻ, ഖബറിനടുത്ത് പോയ യാസീൻ, കല്യാണ വീട്ടിൽ പോയ യാസീൻ, കടവുദ്ഘാടനത്തിന് പോയ യാസീൻ, എവിടെ പോയാൽ യാസീൻ ഓതുന്നത് എന്തിനെന്നറിയോ? എടോ മനുഷ്യ, എന്തിനാ
എന്തിനു വേണ്ടിയാണോ യാസീൻ ഓതുന്നത് അള്ളാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ സ്വീകരിക്കത്തില്ലേ വാപ്പാ? പെങ്ങളെ സ്വീകരിക്കും മോളെ. യാസീൻ ഓതിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യൂ. ഉമ്മ അതായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സമാധാനം കിട്ടിയത്. അതുകൊണ്ടാണ് വീട്ടിൽ ബർക്കത്തുണ്ടായത്. അതുകൊണ്ടാണ് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായത്. അതുകൊണ്ടാണ് അവർക്ക് നല്ല ജീവിതം കൊടുത്തത്. അതുകൊണ്ടാണ് അവർക്ക് നല്ല മരണം കൊടുത്തത്. പക്ഷേ നീ ഓതാറില്ലല്ലോ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കുണ്ടല്ലോ, അത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതണമല്ലോ. ഓതിയാ കിട്ടുന്ന പ്രതിഫലം പള്ളിപ്പറമ്പിൽ പോകുമ്പോ അറിയാമമ്മ. ചെറുപ്പക്കാരാ, നബി തങ്ങളുടെ സ്വഹാബിയല്ലേ യാത്രയുടെ മധ്യത്തില് പാതിരാത്രിയായപ്പോ ഒരു സ്ഥലത്ത് തമ്പടിച്ചിട്ട് കിടന്നുറങ്ങുകയാ. അല്ലാഹുവേ, രാത്രി ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. രാത്രി ആരോ ഖുർആൻ ഓതുന്നു. ഞെട്ടി ഉണർന്ന് തമ്പിന്റെ വെളിയിലിറങ്ങിയിട്ട് നോക്കുന്നു, ആരാ പടച്ചവരെ? ആരാ സൂറത്ത് ഓതുന്നത്? ആരെയും കാണുന്നില്ല. പിന്നെയും കിടന്നു. പിന്നെയും ഖുർആൻ ഓതുന്നത് കേട്ടു. പുറത്തിറങ്ങിയിട്ട് തെരഞ്ഞു നടന്നു. അവസാനമാണ് ആ മനുഷ്യന് മനസ്സിലായത്, അല്ലാഹുവേ, ഞാൻ കിടക്കുന്നത് ഖബറിന്റെ മുകളിലാ. ഇത് ഖബറിനടിയിൽ നിന്നാണ് കേൾക്കുന്നത്. ഞാൻ കിടക്കുന്നത് ഖബറിന്റെ മുകളിലാണ്. എന്റെ അടിയിൽ നിന്നാണ് ഖുർആൻ കേൾക്കുന്നത്. നബി തങ്ങളോട് പറഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുന്നു, സ്വഹാബാ, ഇതിനെന്ത് അത്ഭുതമാ സ്വഹാബാ? ഖബറിലെ കൂട്ടുകാരനാ മോളെ, നിന്റെ 6 അടി മണ്ണിലെ വെളിച്ചമാ പെങ്ങളെ. സൂറത്തു സജദ 2.5 പേജല്ലേ ഉള്ളൂ, 2 പേജല്ലേ ഉള്ളൂ. പടച്ചവനെ, 5 മിനിറ്റോ 7 മിനിറ്റോ മതിയല്ലോ, ഓതാ കഴിയില്ലല്ലോ പെങ്ങളെ. ഹജ്ജ് ചെയ്യണം ഉസ്താദ്, ഉംറയ്ക്ക് പോകണം ഉസ്താദ്, ആഗ്രഹം പറയുന്ന ഉമ്മ, ഇതോതിയാൽ നിനക്കതിന്റെ പ്രതിഫലം കിട്ടില്ലേ പെങ്ങളെ? ഓതാ സമയമില്ലല്ലോ. മഗ്രിബ് കഴിഞ്ഞ 6:30 മുതൽ രാത്രി 9:30 വരെ സീരിയലിന്റെ മുമ്പിലിരിക്കുന്ന നിനക്കെങ്ങനെ തിരിയാനാ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, പാട്ട് കേട്ടുകൊണ്ടിറങ്ങുന്ന മക്കളെ, സംഗീതം ഇഷ്ടപ്പെടുന്ന യുവത്വമേ, എടാ ചെറുപ്പക്കാരാ, ഒരു ദിവസം നീ ഒന്ന് ഖുർആൻ കേട്ടു നോക്കടാ. അല്ലാഹുവിന്റെ ഖുർആനിനെ പോലെ കേൾക്കാൻ മനോഹരമായി എന്താണ് ഈ ദുനിയാവിലുള്ളത്? ഈ ദുനിയാവിൽ യേശുദാസിന്റെ പാട്ടല്ല, റഹ്മാനിന്റെ പാട്ടല്ല, എത്ര വലിയ സംഗീതത്തിനേക്കാളും ആസ്വാദനം ഖുർആനിനുണ്ടടാ. നിനക്ക് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാ, നിനക്ക് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ ഖുർആനൊന്ന് കേൾക്കുമോനെ. സുദൈസിയൊക്കെ ഓതുന്നത് എത്ര മനോഹരമാണെന്നറിയോ? ഒരു 3 ദിവസം നീ ഒന്ന് കേട്ടു നോക്കടാ മോനെ. അബൂജഹലുണ്ടല്ലോ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹല്, ഉത്ബത്തും ശൈബത്തുമൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാ. അവര് പകല് പറയുമായിരുന്നു, നിങ്ങൾ ഖുർആൻ കേൾക്കരുത്, നിങ്ങൾ മുഹമ്മദ് പറയുന്നത് കേൾക്കരുത്. പാതിരാത്രി നബി തങ്ങളുടെ വീടിന്റെ ചാരത്ത് പോയിട്ട് ഇവര് ഒളിച്ചിരിക്കുമായിരുന്നടാ. എന്തിനാ? നബി തങ്ങളെ കൊല്ലാനല്ല, നബി തങ്ങളുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യം അറിയാനല്ല. എന്തിനാ അബൂജഹലും ഉത്ബത്തുമൊക്കെ പതുങ്ങിയിരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന ഖുർആൻ കേൾക്കാനാ. ഒരു ദിവസം എല്ലാവരും ഒരുമിച്ചിറങ്ങി. നബി തങ്ങൾ ഖുർആൻ ഓതൽ നിർത്തിയപ്പോ പടച്ചവരെ ഒരുമിച്ചിറങ്ങിയപ്പോ 3 പേരും ഒരുമിച്ച് കണ്ടു. എവിടെ പോയതാ അബൂജഹല്? എവിടെ പോയതാ ഉത്ബത്ത്? ആ സമയത്താണ് പറയുന്നത്, മുഹമ്മദ് ഓതുന്നത് കേൾക്കാൻ എന്ത് രസമാ, മുഹമ്മദ് ഓതുന്നത് കേൾക്കാൻ എന്ത് രസമാണ്. അബൂജഹല് പറയുകയാ, നമ്മളല്ലേ ജനങ്ങളോട് കേൾക്കരുതെന്ന് പറയുന്നത്?
അതുകൊണ്ട് ഇനി മേലാ ചെയ്യരുത്. പിറ്റേ ദിവസവും വന്നടോ അല്ലാഹുവിന്റെ റസൂല് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ. എന്തു മനോഹരമാ മോനെ, ഒന്ന് ചെവിയിലൊന്ന് വെച്ചിട്ട് കിടന്നു നോക്കടാ. അല്ലാഹുവിന്റെ ഖുർആനാണ് ഏറ്റവും വലിയ മനോഹരം. ശൈത്താനിന്റെ സംഗീതം വിടടാ, എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കടാ ചെറുപ്പക്കാരാ. മോനെ പരിശുദ്ധമായ ഖുർആൻ കേട്ടുകഴിഞ്ഞാൽ എന്തു മനോഹരമാണെന്നറിയോ, എന്തു മനോഹരമാണെന്നറിയോ. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഇത് ഓതിയിട്ട് അർത്ഥം വായിച്ചപ്പോഴാ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ വാതിലിന്റെ മുമ്പിൽ കബറ് കുടിച്ചിട്ടത്. ഫ്ലെക്സ് വെക്കുന്ന യുവത്വവേ, പടച്ചവനെ നെയ്മറിന്റെയും അർജന്റീനയുടെ മെസ്സിയുടെ പേര് പറഞ്ഞ് തല്ലുന്ന യുവത്വവേ, ലോകത്തിന്റെ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരുത്തിന് വേണ്ടി പരപ്പരങ്ങാടിയിൽ കിടന്ന് തല്ലുന്ന യുവത്വവേ, അവനെയാണ് വിശുഹ, അവനാണ് ഞങ്ങളുടെ രാജാവ്, അവരാണ് ഞങ്ങളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞ് തല്ലുന്ന യുവത്വവേ, കൊച്ചുമക്കളെ പോലും ഫുട്ബോളിന്റെ ആരാധികമാരാക്കുമ്പോ സ്വന്തം ഉമ്മയാണ് വീഡിയോ പിടിക്കുന്നത്. തോറ്റതിന്റെ പേരിൽ, ജയിച്ചതിന്റെ പേരിൽ പാലുകുടി മാറാത്ത പ്രായപൂർത്തിയാകാത്ത മക്കള് കിടന്ന് തല്ലുന്ന വീഡിയോ പോലും എടുത്ത് ഷെയർ ചെയ്യുന്ന ഉമ്മമാര്. എവിടെ എത്തിയടോ നിങ്ങള്, എവിടെ എത്തിയടോ നിങ്ങള്? ഇങ്ങനെയും തരം താഴാൻ എങ്ങനെ കഴിയുന്ന ഉമ്മമാര്? സ്വന്തം പെറ്റ മക്കളുടെ വീഡിയോ, സ്വന്തം മക്കളുടെ ഫോട്ടോ പോലും എടുത്ത് വിടാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്നവരല്ലേ? സ്വന്തം മക്കളുടെ ഫോട്ടോ പോലും എടുത്ത് ഫേസ്ബുക്കിൽ ഇടരുതെന്ന് പഠിക്കുന്നവരാ. വീഡിയോ പിടിച്ചിട്ട് എന്തിനാ പെങ്ങളെ ഇങ്ങനെ തരം താഴുന്നത്? പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുമോളെ. ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ മുമ്പിൽ കബറ് കുഴിച്ചിട്ടിരിക്കുകയാ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ഖബറിനകത്തിറങ്ങി കിടക്കുകയാ. എന്നിട്ട് പറയുന്നത് എന്തെന്നറിയോ? ഇതുപോലെ ഒരു ദിവസം പോയി കിടക്കണ്ടവരാ. വെളിയിലേക്ക് ഇറങ്ങുകയാ, ദുനിയാവിലേക്ക് ഇറങ്ങുകയാ. ഓർമ്മ വേണമടാ എന്ന് പറയാറ് വീടിന്റെ മുറ്റത്ത് കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിക്കിടന്ന് കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്തിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരന്റെ കഥ നിനക്കറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു അവസാന രാത്രി കിടന്നുറങ്ങാ വീട്ടിലേക്ക് വരുമ്പോ വീടിനകത്ത് കയറുന്നതിന് മുമ്പ് ഖബറിലേക്ക് ഇറങ്ങുകയാ. ആ ഖബറിനകത്ത് കിടന്ന് കരയുകയാ മോനെ. എന്നിട്ട് പറയുന്നത് എന്തെന്നറിയോ? ഖബറിനകത്ത് പോയാ നന്മ ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് ഉറങ്ങാതെ നന്മ ചെയ്യണേ. അവിടുന്ന് ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അവിടുന്ന് പരിശ്രമിക്കുകയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, എല്ലാ ദുസ്വഭാവങ്ങളും നിർത്തടാ. ഇന്ന് വരെ വന്നതൊക്കെ പോകട്ടെ, ഇന്ന് വരെ സംഭവിച്ചതൊക്കെ പോകട്ടെ. ഒരു പുതിയ ജന്മമെടുക്കുവാപ്പാ. ഒരുപാട് വയസ്സായില്ലേ ഉപ്പാ? 40 കഴിഞ്ഞാ നന്നാകണമെന്നാണല്ലോ. 40 വയസ്സുള്ളവർ കൈപൊക്കാൻ പറഞ്ഞപ്പോ ഇതിൽ 75% പൊക്കിയല്ലോ. വാപ്പാ പ്രായമായില്ലേ ഉപ്പാ? നന്നാകണ്ടേ വാപ്പാ? ഇനി പണമുണ്ടാക്കാണ്ട സമയമാണോ? കുടുംബത്തെ നോക്കണ്ട സമയമാണോ? ഇല്ല വാപ്പാ, 40 കഴിഞ്ഞാ പിന്നെ ഒരുങ്ങല. മരണത്തിന് വേണ്ടി ഒരുങ്ങണമല്ലോ, ഖുർആൻ ഓതണമല്ലോ. നബിതങ്ങള് പറഞ്ഞത് 40 വയസ്സ് കഴിഞ്ഞവന് തെറ്റ് ചെയ്താൽ ഇരട്ടി ശിക്ഷയാണെന്നാ ഉപ്പാ. സ്വന്തം കാര്യം നോക്കാ സമയമായി വാപ്പാ. ഇസ്തിഗ്ഫാർ പറയാ സമയമായി. കഫൻ തുണി വാങ്ങാ സമയമായി. മരണത്തിന് വേണ്ടി ഒരുങ്ങാ സമയമായി. അതുകൊണ്ട് 40 കഴിഞ്ഞ ആണിനോടും പെണ്ണിനോടും പറയുകയാ, റെഡിയായിക്കോ.
യാത്രയ്ക്ക് പോകാ സമയമായി പെങ്ങള്. ചെറുപ്പക്കാരാ, നിന്റെ 50 വയസ്സുള്ള വാപ്പ ചെയ്യാത്ത പാവം മുഴുവനും 25 വയസ്സിലെ ചെയ്തു കഴിഞ്ഞടാ. 50 വയസ്സുള്ള വാപ്പ ഇന്ന് വരെ കള്ളു കുടിച്ചിട്ടില്ല, കഞ്ചാവ് അടിച്ചിട്ടില്ല, വ്യഭിചരിക്കാൻ പോയിട്ടില്ല, കറങ്ങാൻ പോയിട്ടില്ല. മോനെ, 25 കൊല്ലത്തിന്റെ ഇടയിൽ വാപ്പ ചെയ്യാത്തത് മുഴുവനും നീ ചെയ്തു കഴിഞ്ഞില്ലേ? ആഘോഷമൊക്കെ കഴിഞ്ഞില്ലേടാ മോനെ? ഇനിയെങ്കിലും ഒന്ന് നന്നാകടാ ചെറുപ്പക്കാരാ, ഇനിയെങ്കിലും ഒന്ന് നന്നാകടാ മോനെ. ഒരു കൊല്ലം കൂടെ മരണത്തിലേക്കാടാ അടുത്തത്, കബറിലേക്കാ അടുത്തത്. ആ ഓർമ്മയാണ് നിനക്ക് വേണ്ടത്. ജീവിതത്തിൽ ഒരു കൊല്ലം പോയടാ. പഴുത്തയില പൊടിഞ്ഞു വീഴുമ്പോ പച്ചയില ചിരിക്കുമെന്ന ഇതുപോലെ ഒരു ദിവസമാ പച്ചയിലയ്ക്കുമുണ്ടെന്നുള്ള ഓർമ്മ നിനക്ക് വേണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഒരുമിച്ച് കൂടിയവരോട് സിറാജ് നിങ്ങൾ നന്നാകാൻ പറയുകയല്ല, ആദ്യം ഞാൻ എന്നോട് തന്നെയാ പറയുന്നത്. എനിക്ക് 37ാമത്തെ വയസ്സ് കടന്നു വരികയാ. ഒരു കൊല്ലം കൂടെ ഞാൻ മരണത്തിലേക്ക് അടുത്ത് കഴിഞ്ഞു. ഒരു കൊല്ലം കൂടെ സിറാജ് അടുത്ത് കഴിഞ്ഞു. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. ഒരു രോഗവുമില്ലാത്തവർ, ഒരു പ്രയാസവുമില്ലാത്തവർ മരിച്ചു പോകുന്ന കാലമാ മക്കളെ. മോനെ, പനി പടരുന്നത് പോലെ ക്യാൻസർ വരികയാ. പല്ലുവേദന വന്നവന്റെ താടിയെല്ലിൽ ക്യാൻസർ വന്നെടുത്തു മാറ്റാ ഡോക്ടർ പറഞ്ഞിരിക്കുകയാ. കല്യാണം കഴിക്കാത്തവന് ക്യാൻസർ വരുന്നില്ലേ? ഒരാഴ്ച മുമ്പ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ നാവ് മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാ. മലദ്വാരത്തിൽ ക്യാൻസർ വന്നവരുണ്ടല്ലോ. ഇത്രയൊക്കെ ഉള്ള മനുഷ്യ, ഇത്രയേ ഉള്ള പെങ്ങളെ, പനി പടരുന്നത് പോലെ നിന്റെ കുടുംബത്തിൽ തന്നെ എത്ര പേർക്ക് ക്യാൻസർ വന്നു? പടച്ചവനെ, പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാ പേടിയായിരുന്നു, ഇന്ന് പേടിയില്ലടോ. അതുപോലെ പടർന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് എല്ലാവരോടും പറയുകയാ, നമുക്ക് നന്നാകാ, റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങാ. ഒരു കൊല്ലത്തെ പാപം മുഴുവനും ഇന്നിവിടെ വെച്ചുകൊണ്ട് കഴുകി കഴുകി നമുക്ക് കളയാ. അല്ലാഹുവിന്റെ മലക്കുകൾ സാക്ഷിയാണല്ലോ. പെങ്ങളെ, കരയാമോളെ. കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും പലിശ തിന്നതും റബ്ബിന്റെ മുന്നിലേക്ക് പറയാ ചെറുപ്പക്കാരാ. മോളെ, മെസ്സേജ് എഴുതിയതും ചാറ്റിയതും ഫോട്ടോ അയച്ചു കൊടുത്തതും ഭർത്താവ് അറിയാതെ ചെയ്തതും പുറത്തു പോയതും എല്ലാം നമുക്ക് അല്ലാഹുവോട് പറയാ പെങ്ങളെ. ഇനി ഒരവസരം കിട്ടണമെന്നില്ല. ഇന്നീ വാല് കടിഞ്ഞിറങ്ങി പോകുന്നവരോട് പറയുകയാ, ഹജ്ജ് കഴിഞ്ഞു പോകുന്നവനെ പോലെ പോകടേ. ഹജറുൽ അസ്വദ് മുത്തിയിട്ട് പോകുന്നവനെ പോലെ പോകടേ. ഉമ്മ പ്രസവിച്ചിട്ട് ചോര കുഞ്ഞിനെ പോലെ പോകടേ. അല്ലാതെ വന്നതുപോലെ പോകരുത്. പാപം പൊറുക്കാത്തവരെ പോലെ പോകരുത്. എങ്കിലും നഷ്ടവാളിയാ, എങ്കിലും നഷ്ടവാളിയാ. അതുകൊണ്ട് അള്ളാന്റെ മലക്കുകൾ സാക്ഷിയാണ്. 40 പേരിൽ കൂടുതലുണ്ട്. ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, ഹാഫിളീങ്ങളുണ്ട്, ഹജ്ജ് ചെയ്തവരുണ്ട്, ഉംറ ചെയ്തവരുണ്ട്, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, ഗർഭിണികളുണ്ട്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നവരുണ്ട്. നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ കരയാ. അല്ലാഹയല്ലാതെ ആരും അറിയില്ലല്ലോ, അല്ലാഹയല്ലാതെ ആരും കാണില്ലല്ലോ.
നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കടാ ചെറുപ്പക്കാരാ. മദീനത്ത് നിന്ന് ജന്നത്തിൽ ബഖി എന്ന് പറയുന്ന ഖബർസാനിലൂടെ നടന്നു പോകുമ്പോ നബി തങ്ങളുടെ പൊന്നുമോട് കിടക്കുന്ന, നബി തങ്ങളുടെ കുടുംബക്കാര് കിടക്കുന്ന ജന്നത്തിൽ ബഖി എന്ന് പറയുന്ന ഖബർസാനിലൂടെ നടന്നിങ്ങനെ പോകുമ്പോ ഒരടയാളം വെച്ച ഖബർ കാണാ, ഒരു പോലീസുകാരൻ നിൽക്കുന്ന ഖബർ കാണാ. ആരുടെ ഖബറാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മൂന്നാമനായ ഉസ്മാൻ തങ്ങളുടെ ഖബറാടാ മോനെ. പടച്ചവനെ, എന്തേ ജന്നത്തിൽ ബഖിയുടെ വെളിയിൽ കൊണ്ടുപോയി പാതിരാത്രി ആരും കാണാതെ ഖബറടക്കിയ മഹാനാണല്ലോ. ഒരാളും അറിയാതെ ഒറ്റയ്ക്ക് രാത്രി കൊണ്ടുപോയി ഖബറടക്കിയിട്ടും ആ സ്വഹാബി ജന്നത്തിൽ ബഖിയുടെ മധ്യഭാഗത്ത് വരാറുള്ള കാരണം എന്തെന്നറിയോ മോനെ? ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ കഴിയാതെ ഉസ്മാൻ റളിയല്ലാഹു തആല പള്ളിക്കകത്ത് പോകാനോ നിസ്കരിക്കാനോ പറ്റാതെ തന്റെ വീടിനകത്ത് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മരിക്കുന്നതിന് മുമ്പ് കമീസ് ധരിക്കുകയാ. പാന്റ് കൊണ്ടുവരാൻ പറഞ്ഞു. പഠിക്കണം പെങ്ങള്, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിക്കണം പെങ്ങള്. കമീസ് കൊണ്ടുവന്നു, അവിടെ നിന്ന് പൈജാമ ഇടുകയാണ്. ആദ്യമായിട്ട് ഉസ്മാൻ തങ്ങൾ പൈജാമ ഇടുകയാണ്. അവിടെ നിന്ന് യാത്ര പറഞ്ഞു, നിസ്കരിച്ചു. നിസ്കാരപ്പായിലിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കൾ വീടിന്റെ വാതിൽ തീയിട്ട് കത്തിക്കുകയാ. വീടിനകത്തേക്ക് ഓടിക്കേറി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ തങ്ങളെ വാളെടുത്ത് വെട്ടുമ്പോ അവിടത്തെ ഭാര്യ കേറിയിട്ട് തടയുകയാ. നായിലാ ബീവിയുടെ 2 കൈകളങ്ങ് വെട്ടിമുറിച്ചു മോനെ. നായിലാ ബീവി റളിയല്ലാഹു തആല അൻഹാ ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ കിടന്ന് പിടയുകയാ. ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ ഖുർആനാ മോനെ. ആ ഖുർആൻ ഇങ്ങനെ കൈകൊണ്ട് മുറുകെ പിടിക്കുകയാ. വിട്ടുകൊണ്ടിരിക്കുന്ന ഉസ്മാൻ തങ്ങള് ഖുർആൻ ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഉസ്മാൻ തങ്ങളുടെ ശറഫാക്കപ്പെട്ട താടിയിൽ പിടിച്ചിങ്ങനെ കുലുക്കിയിട്ട് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വാളെടുത്ത് വെട്ടുമ്പോ ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വീഴുന്നുണ്ട്. ഖുർആനിന്റെ മുകളിൽ വീണു. ഓതിക്കൊണ്ടിരുന്ന ഖുർആനിന്റെ മുകളിൽ വീണു. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഇങ്ങനെ താഴ്ത്തിയിട്ട് നോക്കുന്നു. പടച്ചവനെ, എന്റെ രക്തം വീണത് എവിടെയാ അല്ലാഹ്? ഏതായത്തിന്റെ മുകളിലാ അല്ലാഹ്? ഈ ആയത്തിന്റെ മുകളിലാണടാ വീണത്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, എല്ലാവരോടും പറയുന്ന ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചോ, അതിനെ ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്തോ. എന്റെ ചെറുപ്പക്കാരാ, വയല് കഴിഞ്ഞു പോകുമ്പോ ഞാൻ കണ്ടു ഒരു ദിവസം ചുമന്നുകൊണ്ട് പോകുന്ന ഫ്ലെക്സ് ബോർഡുകൾ. സങ്കടം തോന്നി ചെറുപ്പക്കാരെ കണ്ടപ്പോ. എങ്കിലും മോനെ, ലോകകപ്പ് കഴിഞ്ഞു, എല്ലാ ആഘോഷവും കളഞ്ഞു, എല്ലാം മറന്നു കളഞ്ഞിട്ട് ഇനി മുതൽ നീ ഖുർആനിനെ ചുമക്കുന്നവനാകടാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ചുമക്കണേ, ഹൃദയത്തിൽ ചേർത്ത് പിടിക്കണേ യുവത്വമേ. എങ്കിലും നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു ദുആ ചെയ്യാ. ഇന്നു മുതൽ എല്ലാം കളഞ്ഞിട്ട് ഖുർആനിനെ സ്നേഹിക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ചുമക്കാൻ പറ്റുമോ? ആ ഖുർആനിനെ സ്നേഹിക്കാൻ പറ്റുമോ? എങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പരപ്പനങ്ങാടിയിലെ നിന്റെ വീടിന്റെ പരിസരത്തുള്ള പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
നീ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വിളിച്ചു പറയുമ്പോ വീട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും നിങ്ങളുടെ വീട്ടിലേക്ക് ഓടുകയാണ്. താർപ്പ് കെട്ടുന്നോ, കസേര നിരത്തുന്നോ, ലൈറ്റ് കെട്ടുന്നോ, വെള്ളം ചൂടാക്കുന്നു. പടച്ചവനെ, നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം നിന്റെ ജനാസയെടുത്ത് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി മലർത്തി കടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാ. നഖത്തിനടിയിലുള്ള അഴുക്കുകൾ മുഴുവനും എടുത്തു മാറ്റുകയാണ്. പടച്ചവരെ, നജസുകൾ മുഴുവനും എടുത്തു മാറ്റുകയാണ്. നിന്നെ മനോഹരമായി കുളിപ്പിച്ചു തുടയ്ക്കുകയാ, ഉളുവെടുപ്പിക്കുകയാ. എന്നിട്ടുറപ്പേ, പുതിയ തുണിക്കകത്ത് നിന്നെ പൊതിഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് ചുമന്നുകൊണ്ട് വരികയാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് പോലെ വീടിനകത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് കടത്തുകയാ. 3 ഘട്ടം വെള്ളത്തുടിയുടെ മുകളിൽ കൊണ്ടുവന്ന് നിന്നെ കടത്തുമല്ലോ. പള്ളിയിൽ നിന്ന് ഉസ്താദന്മാര് വന്നു, കുടുംബക്കാര് വന്നു, എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് വളഞ്ഞു നിൽക്കുകയാണ്. നിന്നെ ഒരുക്കാൻ പോകുകയാണ്, നിന്നെ ഒരുക്കാൻ പോകുകയാണ്. പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ വന്നു, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഇനി പുതിയ പളയെ പോലെ നിന്നെ ഒരുക്കാൻ പോകുകയാണ്, പുതിയ പെണ്ണിനെ പോലെ ഒരുക്കാൻ പോകുകയാണ്. ആരോ ചോദിക്കുന്നുണ്ട്, പഞ്ഞിയെവിടെ? സുഗന്ധം തേച്ച പഞ്ഞിയെവിടെ? ഈ സദസ്സിലിരിക്കുന്നവർ വീട്ടിലേക്ക് കടന്നുവാ, നിന്റെ വീട്ടിലേക്ക് വരട്ടെ. എല്ലാവരുടെ മനസ്സും വീട്ടിലേക്ക് കടന്നു വരട്ടെ. നിന്നെ കൊണ്ടുവന്ന് സിറാജിനെ കടത്തിയിരിക്കുകയാ, തങ്ങളെ കടത്തിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കടത്തിയിരിക്കുകയാണ്. 3 ഘട്ടം തുണിക്കകത്ത് നിങ്ങളെ പുതിയ പോകുകയാണ്. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പുതിയുന്നേ. മയ്യത്ത് പുതിയ പോവുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോ. പെങ്ങളെ, നിന്റെ വീട്ടിൽ നിന്റെ ജനാസ പുതിയാൻ പോകുകയാണ്. തിരക്കാണ് മോളെ, നിന്നെ അവസാനമായി ഒന്ന് കാണാൻ നിന്റെ വീടിനകത്ത് വല്ലാത്ത തിരക്കാ. എല്ലാരും അവസാനമായി സിറാജിനെ ഒന്ന് കാണാൻ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ്, മയ്യത്ത് പൊതിയുന്നതിന് മുമ്പ് എന്നെ അവസാനമായി ഒന്ന് കാണാൻ എന്റെ വീട്ടില് തിരക്ക് കൂടിയപ്പോ എന്റെ കൂടപ്പറപ്പുകൾ പറയുന്നു, കണ്ടതൊക്കെ മതി പൊതിയാൻ. എന്റെ വീടിനകത്ത് തന്നെ 3 കഷ്ടം തുണി വെച്ച് പൊതിയ സമയമാകുമ്പോ എല്ലാരും കാണാമെന്നപ്പോ തിരക്ക് കൂടിയപ്പോ എന്റെ മക്കള് പറയുന്നു, എന്റെ കൂടപ്പുറപ്പ് പറയുന്നു, കണ്ടതൊക്കെ മതി പൊതിയാൻ. കാണിക്കാതെ പെട്ടെന്ന് പൊതിയുമല്ലോ. എന്റെ മയ്യത്തിൽ പൊതിഞ്ഞു കഴിഞ്ഞു. 3 കെട്ടുകൾ കെട്ടി. അല്ലാഹുവേ, വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിലേക്ക് എന്നെ എടുത്തിങ്ങനെ കിടത്തുകയാ. സുബ്ഹാനല്ലാഹ്, നിലവിളിയാടൂ. ഈ വഅദ് പറയുന്ന ഞാനെങ്ങാണമെന്ന് മരിച്ചുപോയാൽ വാപ്പ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുന്ന എന്റെ പൊന്നാര മക്കള്, എന്നെ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ ഉമ്മ, എന്റെ കൂടപ്പിറപ്പ്, നാളെ എന്റെ വീട്ടിലേക്ക് ആരെങ്കിലും ഇവിടത്തെ ആംബുലൻസിനകത്ത് കയറ്റി കൊണ്ടുപോകുമല്ലോ. അവസാനം പടച്ചവനെ, എന്റെ മയ്യത്തെടുത്ത് മയ്യത്ത് കട്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് പൊക്കണ സമയമുണ്ടടാ ചെറുപ്പക്കാരാ. പാപ്പാന്റെ മയ്യത്തെടുത്തത് ഓർമ്മയില്ലേ? ഉമ്മാടെ ജനാസ എടുത്തത് ഓർമ്മയില്ലേ? ആ മയ്യത്ത് കട്ടിലേക്ക് കൈവെക്കുന്ന ഒരു സമയം നിലവിളിയാടാ മോനെ. ഏത് കരയാത്തവനും കരഞ്ഞു പോകുന്ന സമയം, ഏത് കരയാത്തവനും നിയന്ത്രണം വിട്ടുപോകുന്ന സമയം. അല്ലാഹുവേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മക്കൾ ഓടി വന്നു പാ എന്ന് വിളിക്കുമ്പോ ചാടി എഴുന്നേക്കുന്ന നമ്മൾ, കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്തിരുന്ന നമ്മൾ, മക്കള് വന്നിട്ട് വിളിക്കുന്നു, വാപ്പാ ഒന്ന് കണ്ണു തുറക്ക്, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുപ്പാ, എനിക്കൊരു ചുംബനെന്താ ഉപ്പാ,
സ്വന്തം മക്കള് നമ്മുടെ മയ്യത്തിന്റെ ചാരത്ത് വന്ന് നിന്ന് വിളിക്കുകയാ. കൂടെ കിടക്കുന്നവള് പറയുന്നു, ഇക്കാ ഒന്ന് കണ്ണു തുറക്കുക, അവസാനമായിട്ട് എന്നോടൊന്ന് പൊരുത്തമെങ്കിലും ചോദിക്കാതെ പോയല്ലോ ഇക്കാ. സ്വന്തം ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് കരയുകയാ. ഉപ്പ അനങ്ങുന്നില്ല, നെഞ്ച് തകർന്നു നിൽക്കുകയാണ്. ഉമ്മയാണെങ്കിൽ തളർന്നു കിടക്കുകയാണ്. ഉമ്മ ചോദിക്കുന്നത് എന്തെന്നറിയോ? സ്വന്തം മക്കളുടെ മയ്യത്ത് കാണുമ്പോ ഉമ്മ ചോദിക്കുകയാ, ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നെ. എന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടവനായിരുന്നല്ലോടാ, എന്റെ മയ്യത്ത് ചുമക്കേണ്ടവനായിരുന്നല്ലോ. ഉമ്മാനെ ഇട്ടിട്ട് ഉമ്മാടെ മുമ്പേ പോകുകയാണോ? എന്നാണടാ മോനെ നിന്നെ ഞാൻ ഇനി കാണുന്നത്? എന്നാണടാ മോനെ നിന്നെ ഞാൻ കാണുന്നത്? എല്ലാരും കരയുന്ന സമയത്ത് പറയണം. ഒരു മരണ വീട്ടിൽ എല്ലാവരും കരയും, എല്ലാരും കരയും. ആ കരയുന്ന സമയത്ത് നീ അവരോട് പറയണം, നിങ്ങളൊക്കെ കരഞ്ഞപ്പോ ഞാൻ ചിരിച്ചുകൊണ്ടാ പോകുന്നത്. നിങ്ങളെല്ലാരും കരയുന്ന സമയത്ത് എന്റെ മുഖത്ത് നോക്കിക്കോ, ഞാൻ മാത്രം ചിരിക്കുകയാ. എല്ലാരും കരയുന്ന സമയത്ത് ചിരിക്കണം. അതിനു വേണ്ടിയാ മക്കളെ ജീവിക്കേണ്ടത്. എൻ്റെ ഉമ്മമാരോട്, എൻ്റെ പെങ്ങന്മാരോട്, മോളെ ദുനിയാവിലെ ഏറ്റവും വലിയ നേട്ടം എന്തെന്നറിയോ? എല്ലാരും കരയുന്ന സമയത്ത് നീ ചിരിക്ക്. നിന്റെ മയ്യത്ത് കണ്ടവര് പറയണം, മറക്കരുതവരാരും മറക്കരുതവര് പറയണം, ഇങ്ങനെ മരിക്കണം, ഇങ്ങനെ മരിക്കണം, ഇങ്ങനെ മരിക്കണം. എന്തൊരു പ്രകാശമായിരുന്നു ആയിഷയുടെ മുഖത്ത്. അവള് മരിച്ചു കിടന്നപ്പോ കണ്ടോ ആമിന, എന്തൊരു ചിരിയായിരുന്നു മോളെ. പടച്ചവനെ, മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന് നിന്റെ മയ്യത്ത് കാണാമെന്നവര് മുഴുവനും പറയണം. അതിനാ മരണമെന്ന് പറയുന്നത്, വാപ്പാ അതിനാണ് മരണമെന്ന് പറയുന്നത്. അവസാനം മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ചു. ഇനി ചുമക്കാ സമയമായി, ഇനി ചുമക്കാ സമയമായി. ആരാ ചുമക്കേണ്ടത്? ഖുർആൻ ചുമന്ന നിന്നെ ആരാ ചുമക്കേണ്ടത്? വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ആണുങ്ങളാണോ? കള്ളു കുടിച്ച് നടക്കുന്നവനാണോ? വ്യഭിചരിച്ച് നടക്കുന്നവനാണോ? അല്ലാഹനെ മറന്ന് നടക്കുന്നവനാണോ? കളയാക്കി നിസ്കരിച്ച് നടക്കുന്നവനാണോ? ഖുർആൻ ചുമന്നവനെ ചുമക്കാൻ അവനർഹതയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ചുമന്ന നിന്നെ ചുമക്കാൻ ആര് വരുമെന്നറിയോ മക്കളെ? പരപ്പനങ്ങാടിയിലെന്ന് വല്ലാത്ത തിരക്കാണ്, നിന്റെ കൂരയിൽ വല്ലാത്ത തിരക്കാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ പാണക്കാട് തങ്ങന്മാരോ വരുന്നത് കൊണ്ടല്ല. നിന്റെ വീട്ടില് വല്ലാത്ത തിരക്കാ. ഖുർആൻ ചുമന്നവനെ ചുമക്കാൻ ആളാകാശത്ത് നിന്നിറങ്ങി വരുമടാ. 70,000 മലക്കുകൾ അള്ളാഹുവിന്റെ സൈന്യം വരും മോനെ. പെങ്ങളെ, അള്ളാഹുവിന്റെ സൈന്യം ഇറങ്ങി വരും നിന്റെ മയ്യത്ത് ചുമക്കാൻ. ചിലരുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോ ഓടിച്ചെന്നിട്ട് ചോദിക്കും, ഞാൻ പിടിക്കട്ടെ? വേണ്ട, ഞാൻ പിടിക്കട്ടെ? വേണ്ട, കുഴപ്പമില്ല. എന്നാൽ ചിലരുടെ മയ്യത്ത് പെട്ടെന്ന് മാറിക്കൊടുക്കും, തോളുവേദന എടുക്കുന്നു. അതിന്റെ കാരണം അറിയോ? മലക്കുകളെ ചുമക്കുമടാ ചെറുപ്പക്കാരാ. ഖുർആനിനെ ചുമന്നവനെ, ഖുർആനിനെ ചുമന്നവളെ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ വരുമടി നിന്റെ മയ്യത്ത് ചുമക്കാൻ. ഇത് റബ്ബ് നിനക്ക് തരുന്ന പദവിയല്ലേ? ഇത് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒരു സ്ഥാനമല്ലേ? അതുകൊണ്ട് ഖുർആൻ ചുമന്നോ. അതാ മരണത്തിന്റെ വേളയിൽ മലക്കുകൾ നിന്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയും, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. क्या
ഗാലറിയിലിരുന്ന് കൈയടിക്കുന്നതിൽ കാര്യമില്ലടാ, സ്റ്റേജിൽ കയറ്റിയിരുത്തി സ്വാഗതം പറയുന്നതിൽ കാര്യമില്ലടോ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറയും, കരയല്ലേ, വിഷമിക്കല്ലേ, പേടിക്കല്ലേ, പ്രയാസപ്പെടല്ലേ, വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം ഇങ്ങനെ കാണിക്കുകയാ. അവര് സമാധാനിപ്പിക്കും, എടോ നീ മരിക്കുന്ന സമയം ഈ സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് നീ മഹാനാണെന്ന് പറയുന്നതിനേക്കാളും നല്ലത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാമെന്ന് മലക്ക് പറയുകയാ. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ പറയുകയാണ്, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കിടക്കുന്നത് കണ്ടോ, മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ, ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാണ്, ഇത് കൊണ്ടുവന്നത് നിന്റെ റൂഹ് വെക്കാനാണ്, ഇല്ലിയിലേക്ക് കൊണ്ടുപോകാനാണ്, അള്ളാന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാനാണ്, നിന്നെ സ്വീകരിക്കാമെന്ന അതിഥികളാണ് ഞങ്ങള്. കരയല്ലേ, കരയല്ലേ, പേടിക്കല്ലേ, വിഷമിക്കല്ലേ, ദുഃഖിക്കല്ലേ, വേദന ഉണ്ടാകില്ല. ഈ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കൂ. മലക്കുകൾ വന്നടുത്തിരുന്ന് സമാധാനിപ്പിച്ച് സ്വാഗതം പറഞ്ഞ് സന്തോഷിപ്പിച്ച് നിന്റെ റൂഹ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് ഞാനല്ല, അള്ളയല്ലേ മോളെ. എടാ ചെറുപ്പക്കാരാ, അല്ലാതെ ആവശ്യമില്ലാതെ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആഘോഷിച്ച് കള്ളുകുടിച്ച് വ്യഭിചരിച്ച് ആർഭാടങ്ങൾ കാണിച്ച് ദീനിനെ നാണം കെടുത്തി നടക്കുന്നവനോട് നിന്നെ കൊണ്ടുപോകാനും വാങ്ങിച്ചു തരാനും സ്വീകരിക്കാനും സുഖിപ്പിക്കാനും സന്തോഷിക്കാനും നൂറുകണക്കിന് പേര് നിന്റെ കൂടെയുണ്ടടാ. എന്നാ മരിക്കാൻ കിടക്കുന്ന സമയത്തും മലക്കുകൾ വന്നിട്ട് പറയും, കൊണ്ടുപോകാമെന്നതാടാ. കല്ല ഇദാ ബലഗതി തറാഖിയ വകീല മൻറാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. വിളിക്കടാ, 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 നിന്നെ കൊണ്ടുപോകാമെന്നതാടാ. നീ ചാകാൻ പോകുകയാടോ, നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിക്കടാ എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ചങ്ങല കൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗമൊന്ന് ചിന്തിക്കടോ. അതുകൊണ്ട് പെങ്ങളെ, മലക്കുകൾ ചുമക്കുന്ന മയ്യത്താകണം മോളെ, മലക്കുകളെക്കാളും പവറുള്ളവളാകണം മോളെ, മലക്കിനെക്കാളും പവർ നിനക്കുണ്ടടി പൊന്നുമോളെ. അതിൽ ഖുർആൻ ചുമക്കണം മോളെ, അള്ളാഹു പറയുന്നതനുസരിക്കണം മോളെ. എങ്കിലും നാളെ നീ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ അള്ളാന്റെ മലക്കുകൾ നിന്നോട് സലാം പറയും. ചെറുപ്പക്കാരാ, മലക്കുകളെക്കാളും മഹത്വമുള്ളവനാകാ കഴിയണം. അള്ളാഹുവേ, അതിനുള്ള ഭാഗ്യമ തരണേ അല്ലാ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് റബ്ബിനോട് പറയാ, നമ്മുടെ റബ്ബല്ലേ അല്ലാ, നമ്മൾ അല്ലാടെ അടിമകളല്ലേ. ഒരു നാണവും വേണ്ട, ഒരു ലജ്ജയും വേണ്ട, ഒരു ഈഗോയും വേണ്ട. എല്ലാ ചെയ്തത് മുഴുവനും ഹൃദയത്തിലേക്ക് ഓർമ്മ വരട്ടെ. പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്ന മന്നാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാ